കാസർഗോഡ് കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ. ബംഗ്ലാദേശ് സ്വദേശി അതിയാർ റഹ്മാനാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. അതിയാർ റഹ്മാന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ബംഗ്ലാദേശ് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളും ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിങ്. ഈ ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിലായി എന്ന വാർത്ത വരുമ്പോൾ അതിന് പിന്നിൽ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇയാൾ കേരളത്തിലേക്ക് വന്നത് ഏത് രീതിയിലാണ്? എന്തായിരുന്നു ഇയാളുടെ ഇവിടുത്തെ പ്രവർത്തനം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ ബെല്ലയിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. അതിയാർ റഹ്മാൻ 23 വയസ്സാണ്. ബംഗ്ലാദേശിലേക്ക് ഇയാൾ നിരവധി ഫോൺ കോളുകൾ ചെയ്തതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ATS ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ATS സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ റേഞ്ച് ATS സംഘമാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഈ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട നിരവധി ഫോൺ കോളുകളും അതുപോലെ തന്നെ ബംഗ്ലാദേശ് അനുകൂല മെസ്സേജുകളും വാട്സാപ്പ് ചാറ്റുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ച ബംഗ്ലാദേശ് സ്വദേശികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി പിടിയിലായത്. ഈ പ്രതി കാഞ്ഞങ്ങാട് ബെല്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇദ്ദേഹം ഇവിടെയാണ് പണിക്ക് പോയിരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്കാണ് ഇദ്ദേഹം ആദ്യം നുഴഞ്ഞു കയറിയത്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ATS അന്വേഷിച്ചു വരികയാണ്. ഇനി കൂടുതൽ ആളുകളുണ്ടോ, ഈ ബംഗ്ലാദേശികൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന കാര്യം ATS അന്വേഷിച്ചു വരികയാണ്. ക്രിസ്റ്റീന. Yes.